നമസ്കാരം. ഇന്നൊരു മുട്ടച്ചോറിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനും നമുക്ക് പെട്ടെന്നൊന്ന് തയ്യാറാക്കി എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു റൈസിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനൊരു 2 കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിലാണ്. ഇനി ഇതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വെക്കണം. ഒരു 10-20 മിനിറ്റ് ഒന്ന് കുതിർന്ന് കിട്ടണം. ഇനി ഒരു ചെരുവത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് 3 കറുവപ്പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക ഇത്രയിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കണം. ഇപ്പോൾ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത റൈസ് അതിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെള്ളത്തിന് ഇച്ചിരി ഉപ്പ് കൂടി മുന്നോട്ട് നിൽക്കണം, ശകല ഉപ്പ്. എന്നാലേ ചോറിന് കറക്റ്റായിട്ട് ഉപ്പ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ റൈസൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ചോറൊന്ന് നമ്മളൊന്ന് ഞെക്കി നോക്കുമ്പോൾ ഞെക്ക് കൊള്ളുന്ന പാകത്തിൽ നമ്മൾ വെള്ളം ഊറ്റി കളയണം, അല്ലെങ്കിൽ കൂടുതലായിട്ട് വെന്തു പോവും. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇതൊന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3-4 പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ കീറിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് കൂട്ടിയൊക്കെ ഇടാവുന്നതാണ്. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള സവോള അത്യാവശ്യം ചെറിയ വലിപ്പത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈ സവോളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ഒന്ന് അരിഞ്ഞത്, നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്, ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിന്നെ ക്യാബേജും കൂടെയാണ്, കുറച്ച് ക്യാബേജ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അധികം വേഗണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇതിലേക്ക് പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറി കിട്ടണം. പൊടിയുടെയൊക്കെ പച്ചമണം മാറി ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്കൊരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ, 1-ാം പാലാണ്, കട്ടിയുള്ള പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചത് ഇതിൻ്റെ നടുക്കോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് ചിക്കി ഒന്ന് ചെറുതായിട്ട് നമ്മൾ ഈ മുട്ടത്തോരനൊക്കെ വെക്കുന്ന പോലെ ഒന്ന് ചിക്കി എടുക്കണം. ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് പച്ചക്കറിയൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇങ്ങനെ ഡ്രൈ ആക്കിയതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെള്ളം കളഞ്ഞ ചോറ് ഇതിലേക്ക് മൊത്തത്തിലേ അങ്ങ് ഇട്ട് കൊടുത്ത് ഈ നമ്മുടെ ഈ മസാലക്കൂട്ടുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം നമ്മുടെ വിനീഗറാണ്, വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ഈ റൈസിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി.